ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കൂലിപ്പണി രാജനെ കുറിച്ചാണ്. കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ, രാജൻ കൂലിപ്പണി, കൂലിപ്പണി രാജൻ. ഉത്തരവാദിത്തത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ, രാജൻ കൂലിപ്പണി. ഒരു ദിവസം നമ്മുടെ കൂലിപ്പണി രാജൻ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാക്കിന്റെ അവിടെ ഒരു ചെക്കൻ കളിക്കണ കാണാം. അപ്പൊ എന്നെ അങ്ങോട്ട് ട്രെയിൻ വരും. എന്നിട്ട് നമ്മുടെ കൂലിപ്പണി രാജൻ ഓടി വന്നവനെ രക്ഷിക്കും. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നീയും എന്നെ പോലൊരു മിടുക്കനാ. പിന്നെ അവിടെയുള്ള ഒരു അപ്പൂപ്പൻകൂലിനെ അവിടെയുള്ള ഒരു അപരാധക്കൂട്ടന് ഉന്തിയിടും. അത് നമ്മുടെ കൂലിപ്പണി രാജൻ കാണും. എന്നിട്ട് കലിപ്പായിട്ട് അവന്റെ അടുത്ത് പോയിട്ട് ഒരു മാസ് ഡയലോഗ് അടിക്കും. അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റിട്ട് കൊഴിഞ്ഞു പോവും. Because I am highly trained to train those who think that they are trained, whether they are in front of the train or behind the train. Because I fight off the train, by the train, for the train. தெரியாதா இங்கிலீஷ்? என்ன செய்ய முடியும்? ഇംഗ്ലീഷിലെ പേസി പഴക്കമായി പോച്ച്. ഡയലോഗ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവന്മാരൊക്കെ ഇടിച്ചു കൂട്ടും. അപ്പൊ അവിടെയുള്ള ഒരുത്തന്റെ കയ്യിൽ കുറച്ച് ഡ്രഗ്സ് കാണും. എന്നിട്ട് അവന്മാരെ പിടിച്ച് പോലീസുകാരുടെ അടുത്ത് കൊണ്ടാക്കും. മിക്കവാറും നമ്മുടെ കൂലിപ്പണി രാജനെ LCUയിൽ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടാ. இந்த சொசைட்டியை ஒரு ட்ரக் ஃப்ரீ சொசைட்டியா மாத்தணும்னா എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും, താൻ ആരുവാ? உங்களுக்கு சக்கரை வியாதி இருக்கா? வாழ்க்கை இந்த வாட்டத்துல இருக்குடா. പിന്നെ ഇവരുടെ ഈ പഞ്ചായത്തിൽ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു മണ്ടനുണ്ട്. മൂപ്പർക്ക് ഒരു വലിയ വീട് അവിടെ ഉണ്ട്. ഇതെന്താ മഞ്ഞ വരിക്കാശ്ശേരി മനെ? പിന്നെ ഇങ്ങേർക്ക് ഒരു മോളുണ്ട്. അവളെ പെണ്ണ് കാണാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരോട് നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ഞങ്ങൾ ബസ്സിലെ വന്നേന്ന് പറയും. ഇത് കേൾക്കുമ്പോ എന്നെ നമ്മുടെ അണ്ണൻ ഈ കല്യാണം ക്യാൻസൽ. കാശിന്റെ കഴപ്പാ. എന്നിട്ട് ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് ചീത്ത പറയും. എന്നിട്ട് അംബാനിയുടെ അത്ര റിച്ച് ആയിട്ടുള്ള ഫാമിലിയോടാണ് എനിക്ക് താല്പര്യം എന്ന് പറയും. പിന്നെ ഇങ്ങനെ കലിപ്പായിട്ട് അവിടുന്ന് ഇറങ്ങി പോരും. എന്നിട്ട് എന്തെങ്കിലും പണി ഇയാൾക്ക് കൊടുക്കണല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അയാളുടെ മോളുടെ ഫോട്ടോ എടുക്കുമ്പോ എന്നെ അത് പറന്ന് നമ്മുടെ കൂലിപ്പണി രാജന്റെ മേത്തങ്ങ് വീഴും. ഇത് കാണുമ്പോ എന്നെ നമ്മുടെ കൂലിപ്പണി രാജനെ അങ്ങ് ക്രഷ് അടിക്കും. ചെലവുമാരിങ്ങനെ പോസ്റ്റ് കിട്ടിയാലും മതി. നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. ഇങ്ങനെ കുറെ നേരം അവൻ ആ ഫോട്ടോ വെച്ച് ഓരോ അപരാധങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവന്റെ ഈ കയ്യിലെ ഫോട്ടോ കണ്ടിട്ട് ആ ബ്രോക്കർ തട്ടിപ്പറിച്ചിട്ട് നിനക്ക് ഇവള് ഇഷ്ടമായില്ല, ഞാൻ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ സെറ്റാക്കി തരാന്ന് പറയും. ആദ്യം നീ അവളൊന്ന് വളയ്ക്കാം. ഈ കോലത്തിൽ അവള് വളയില്ല. പക്ഷെ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. പിന്നെ ഇവന്മാര് ഈ വാടകയ്ക്ക് കോട്ടെടുത്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തും. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നും. അയ്യോ ദാരിദ്ര്യം. പിന്നെ നമ്മുടെ കൂലിപ്പണി രാജൻ അവളുള്ള ഹോട്ടലിലേക്ക് പോവും അവളെ ഇംപ്രസ് ചെയ്യാനായിട്ട്. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? സത്യം പറയല, കച്ചറ ലുക്ക് മാറുന്നേ ഇല്ല. പിന്നെ ഹോട്ടലിൽ വെച്ചിട്ട് അവളുടെ ഒരു മാമനെ കാണും. അപ്പൊ നമ്മുടെ അണ്ണൻ തള്ളു തുടങ്ങും. എന്റെ അപ്പൻ രാജാവാണ്, ഞാൻ രാജാവിന്റെ മോനാണെന്നൊക്കെ പറഞ്ഞ് തള്ളും. ഇതൊക്കെ കേട്ടിട്ട് അങ്ങേര് അതങ്ങ് വിശ്വസിക്കും. നിങ്ങൾ ചോദിക്കും അതെങ്ങനെ അയാളുടെ അപ്പനെ അത് വിശ്വസിച്ചെന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണൻ കോട്ടൊക്കെ ഊരിട്ട് നമ്മുടെ നെപ്പോ ചേച്ചിയുടെ അടുത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ നെപ്പോ ചേച്ചി പറയും, चल जल्दी आ, बाथरूम में जा, शावर ऑन कर, मैं आती हूँ. എന്താണ് നോക്കൂ. നെപ്പോ ചേച്ചി എന്നിട്ട് നടന്നു വരുമ്പോ കാല് വഴുക്കിട്ട് നമ്മുടെ നെപ്പോ അണ്ണന്റെ അടുത്തേക്ക് വീഴും. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്നിട്ട് ഇതൊക്കെ ഇവളുടെ മാമൻ കാണും. എന്നിട്ട് അങ്ങേര് മക്കളെ അപരാധിച്ചോ എന്ന് പറഞ്ഞിട്ട് കട്ട സപ്പോർട്ട് അങ്ങ് കൊടുക്കും. ഇയാൾക്ക് എന്താണ് വയ്യേ? പിന്നെ നമ്മുടെ അണ്ണൻ തള്ളു തുടങ്ങും. അവളുടെ അടുത്ത് ഞാൻ രാജാവിന്റെ മോനാണെന്നൊക്കെ പറയും. അപ്പൊ അവള് പറയും, അയ്യോ ഞാൻ കക്കൂസ കഴുകാനായിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി, അയാളുടെ അടുത്ത് ഞാൻ വിചാരിച്ചിട്ട് ബാത്റൂമിലേക്ക് വിളിച്ചേന്ന് പറയും.
Being a miss, you try to understand, but misunderstood. That a misunderstanding is not a misstanding under, but understanding a misunderstanding. ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? പിന്നെ ഇവളുടെ മാമൻ വീട്ടിൽ ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇവളുടെ തന്തയോട് പറയും. എന്നിട്ട് ഇയാള് നമ്മുടെ കൂലിപ്പണി രാജനെ കാണാനായിട്ട് പോകും. ഇയാളെ കാണുമ്പോ തന്നെ നമ്മുടെ കൂലിപ്പണി രാജൻ തള്ളു തുടങ്ങും. നിങ്ങപ്പോ നിക്കണ ഇവിടുത്തെ പോർട്ട്, ഇവിടുത്തെ ഷിപ്പൊക്കെ എന്റെ സ്വന്താന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഇയാളതങ്ങ് വിശ്വസിക്കും. അതങ്ങനെ ഒരു പൊട്ടൻ. ടാറ്റ കമ്പനിയില്ലേ എന്റെ വാപ്പാടയാ. അയ്യോ നീ എന്താ ഇങ്ങനെ ആയി പോയാ? എന്ത് പറഞ്ഞാലും വിഴുകിക്കോണം. പിന്നെ രാത്രിയാവുമ്പോ നമ്മുടെ കൂലിപ്പണി രാജൻ അപ്പോ ചേച്ചീനെ കാണാനായിട്ട് പോകും. എന്നിട്ട് അങ്ങോട്ട് അവളുടെ തന്ത വരും. എന്നിട്ട് ബാക്കിൽ നിക്കണ ഇവനെ അവളുടെ തന്തയ്ക്ക് കാണാൻ പറ്റില്ല പോലും. തൂക്കിയല്ലോ നാദാ. പിന്നെ തന്ത പോയി കഴിഞ്ഞ് കഴിയുമ്പോ അവർ രണ്ടുപേരും ഡാൻസ് കളിക്കാനായിട്ട് പോകും. മമ്മി വിട്ടില്ല തടയാനോ ആരുമില്ല കളിയാടാൻ പോരുന്നില്ലേ നീ വാടാ. പിന്നെ അടുത്ത ദിവസം ആ ബ്രോക്കർ അവളുടെ വീട്ടിൽ വന്നിട്ട് പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കൂലിപ്പണി രാജന്റെ ഫോട്ടോസ് കാട്ടി കൊടുക്കും. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ അതൊക്കെ കണ്ടുവല്ലേ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന ദേ ഫീൽ ഇൻസൾട്ട് അല്ലേ. ഇതൊക്കെ കാട്ടി കൊടുക്കുമ്പോ ഇങ്ങേര് അതങ്ങ് വിശ്വസിക്കും. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? പിന്നെ നമ്മുടെ കൂലിപ്പണി രാജൻ ആ പഞ്ചായത്തിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മച്ചാന്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ വീട് എനിക്ക് ഒരു 2 മണിക്കൂർക്ക് റെന്റ് തരണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ അയാള് നിങ്ങൾ എടുത്തോന്ന് പറയും. എന്നിട്ട് അവളുടെ തന്തേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ വീടൊക്കെ എന്റെയാന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇയാളൊപ്പം തന്നെ അത് വിശ്വസിക്കും. ആലുവയിൽ നിന്നാണ് ആലുവ ജംഗ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവനത് വിശ്വസിക്കും. എന്തു പറഞ്ഞാലും അങ്ങ് വിഴുങ്ങി അങ്ങ് വിശ്വസിക്കും. ഇവരുടെ ഈ തള്ളൊക്കെ കേട്ടിട്ട് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാണ്ട് ഇങ്ങനെ കല്യാണത്തിന് അങ്ങ് സമ്മതിച്ചിട്ട് കല്യാണം നടത്തി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവളുടെ തന്ത പറയും, അന്ന് തന്നെ കാട്ടി തന്ന കൊട്ടാരത്തേക്ക് എന്നെ മോളെ കൊണ്ടൊക്കെ നിന്റെ തന്തയോട് കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ അണ്ണൻ ഞാൻ കല്യാണം കഴിച്ച കാര്യം ഡാഡി അറിഞ്ഞ വൻ സീനായിരിക്കും. തൽക്കാലത്തേക്ക് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട്. എന്നിട്ട് റൂമിലേക്ക് പോയിട്ട് നമ്മുടെ അണ്ണൻ അപ്പോ ചേച്ചിയായിട്ടുള്ള കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യും. നിനക്ക് പ്രാന്താളാ പന്നി. ഇതിന്റെ ഇടയിൽ നമ്മുടെ അണ്ണൻ കൂലിപ്പണിക്ക് വീണ്ടും പോവും. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ നെപ്പോ ചേച്ചിയുടെ തന്ത ഇങ്ങേരെ കാണും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഈ കാര്യം നെപ്പോ ചേച്ചിയോട് പറയും. तुम कूली डैडी ने देख लिया था तुम्हें रेलवे स्टेशन पर कूली का काम करते हुए. പിന്നെ അങ്ങോട്ട് ആ ബ്രോക്കർ വന്നിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് ഇവന്റെ അതേ മുകളിലുള്ള ഒരു അനിയൻ ഇവനുണ്ടെന്ന് പറഞ്ഞിട്ട് കാട്ടി കൊടുക്കും. പിന്നെ അറിയാല ഈ മണ്ടന്മാര് അങ്ങനെ തന്നെ അത് വിശ്വസിക്കും. നല്ല ബെസ്റ്റ് മണ്ടന്മാര്. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങേർക്ക് വേറൊരു മോളുണ്ട്. എന്നിട്ട് നമ്മുടെ അണ്ണനെ ചെന്ന് കണ്ടിട്ട് എന്റെ ഈ മോളിയും കൂടി നീ ഒന്ന് പ്രേമിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് ഹോട്ടലിൽ ഒരു റൂം എടുത്ത് കൊടുക്കും ഇവർക്ക്. അതേപോലെ മറ്റേ മോൾക്ക് ഒരു റൂം എടുത്ത് കൊടുക്കും ഇതേപോലെ. എന്നിട്ട് നമ്മുടെ അണ്ണൻ ഇവര് രണ്ടുപേരും കൂട്ടി അപരാധിക്കാനായിട്ട് പോവും. കൊള്ളാവടാ, ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചുങ്ങളെ നീ വെറുതെ വിടരുത്. അണ്ണനിങ്ങനെ ഡബിൾ റോള് കളിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അനിയൻ ചത്തൂന്ന് വരുത്തി തീർക്കാനായിട്ട് കാറ് താഴേക്ക് ഇടും. എന്നിട്ട് അത് അവരോട് പോയി പറയും. അവരങ്ങനെ തന്നെ അത് വിശ്വസിക്കും. അറിയാലോ, പൊട്ടന്മാരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണന്റെ അടുത്തേക്ക് ഒരു മാനേജർ വരും. നമ്മുടെ അണ്ണൻ ഒരു വീട് കാട്ടിയിട്ട് അവളുടെ തന്തേനെ പറ്റിച്ചില്ലേ, ആ മാനേജർ വന്നിട്ട് വീട്ടിലേക്ക് വരാൻ പറയും. എന്നിട്ട് നമ്മുടെ അണ്ണൻ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളോട് സോറി പറയാനായിട്ട് പോവും. അപ്പൊ അയാൾ ആരോ വെടിവെച്ചേക്കണം, അയാളുടെ മോനാണ് അത് വെടിവെച്ചേക്കണം. എന്നിട്ട് നമ്മുടെ അണ്ണന്റെ തലയിൽ അത് കെട്ടിവെക്കും. നമുക്കെതിരെ ആൾക്കാർ തിരിയാണെങ്കിൽ പിന്നെ നമ്മളവിടെ നിൽക്കരുത്, വലിഞ്ഞോണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മുതലാളിയുടെ മോൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അയാളെ വീണ്ടും കൊല്ലാനായിട്ട് നോക്കും. അപ്പൊ നമ്മുടെ അണ്ണൻ ഒരു ജാതിപത്രിയുടെ വിഗും വെച്ചിട്ട് നേഴ്സായിട്ട് വന്നിട്ട് അവന് ഇടിച്ചു കൂട്ടും. പിന്നെ അങ്ങോട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് അപ്പുറത്ത് ഓക്സിജൻ മാസ്ക് ഉണ്ടായിട്ട് ഇങ്ങേര് CPR ഒക്കെ കൊടുക്കും. അത് വേറൊരു പൊട്ടൻ. അങ്ങനെ നമ്മുടെ അണ്ണൻ ആ മുതലാളിനെ അങ്ങ് രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് ആ മുതലാളി രക്ഷിച്ച കാരണം നമ്മുടെ അണ്ണൻ ആ വീട് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെ ഒരു ഹാപ്പി ആവും. അങ്ങനെ ഈ പടം കഴിഞ്ഞു. ഈ പടത്തിനെ കുറിച്ച് പറയണെങ്കിൽ തീട്ടപ്പടം. ഐ റിപ്പീറ്റ്, തീട്ടപ്പടം, 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 തീട്ടപ്പടം.